ഹായ് എവ്രിവൺ, ഏവർക്ക് നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. അങ്ങനെ നമ്മുടെ 2024 സെറ്റ് എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. ആകെ എക്സാം എഴുതിയവരിൽ നിന്നും ഏകദേശം 10% പേർക്ക് മാത്രമേ ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ എക്സാം കഴിയും തോറും എക്സാംസിൻ്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ടഫായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെറ്റ് എക്സാം അല്ലേ. അപ്പോൾ ഇത്തവണ സെറ്റ് കിട്ടിയിട്ടില്ല എന്ന് ഓർത്ത് സെറ്റ് എന്ന മോഹം ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത്. 2025 ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. നമ്മുടെ ടോസ് അക്കാഡമിയിൽ 2025 ജനുവരിയിലേക്കുള്ള സെറ്റ് എക്സാമിന് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനറൽ പേപ്പറിനും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. റെഗുലർ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF സ്റ്റഡി നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ വീക്കിലെ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൂടാതെ റിവിഷൻ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫൈനൽ യൂണിറ്റ് വൈസ് റിവിഷൻ എക്സാംസ്, സബ്ജക്ട് പേപ്പർ ലൈവ്, മോഡൽ എക്സാം ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പേഴ്സണലായിട്ട് ഓരോ ടീച്ചറുടെ അടുത്തും നിങ്ങൾ ഏത് വിഷയമാണോ എടുക്കുന്നത് ആ കറസ്പോണ്ടിങ് ടീച്ചറുടെ അടുത്ത് ഡൗട്ട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ സിലബസിലെ ഏതൊക്കെ പോർഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അങ്ങനെയുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആ എക്സാമിൻ്റെ പാറ്റേണും മറ്റൊന്ന് ആ എക്സാമിൻ്റെ സിലബസും അല്ലേ. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ അതിൻ്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ടൈം കൃത്യമായി കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം സിലബസ് പരിചിതമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വിവിധ ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കൂ. എന്നാലാണ് ഏത് ഏരിയയാണ് കൂടുതൽ പഠിക്കേണ്ടത്, എൻ്റെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് തിരിച്ചറിയാനും അതുപോലെ ഓരോ ഭാഗത്തിനും ആവശ്യമായ ഒരു സമയം മാറ്റിവെക്കാനും നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മുൻ വർഷത്തെ ചോദ്യപേപ്പർ. നമ്മുടെ പ്രിപ്പറേഷൻസിൽ മസ്റ്റായിട്ടും മുൻ വർഷത്തെ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തണം. പരീക്ഷ പാറ്റേണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരാനായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെ വളരെയധികം ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾ സിലബസ് അനുസരിച്ചിട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളിലൂടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ കൃത്യമായിട്ടും നിങ്ങളൊരു ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ലാസ്റ്റ് നമ്മുടെ റിവിഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ മസ്റ്റായിട്ടും എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ കട്ട് ഓഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പേപ്പറാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം 120 മാർക്കായിരിക്കും. അതുപോലെ മാത്തമാറ്റിക്സ് നമ്മുടെ പേപ്പർ 2വിന് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റിനും 1.5 മാർക്ക് വീതം 120 ക്വസ്റ്റ്യൻ. നമ്മുടെ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ സിലബസിൽ ടോട്ടൽ 6 യൂണിറ്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്, സെക്കൻഡ് യൂണിറ്റ് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, തേർഡ് യൂണിറ്റ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഫോർത്ത് യൂണിറ്റ് ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി, ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ് നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് സിക്സ്ത് വൺ ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുന്നത്, ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്. അത് നിങ്ങൾ ഒഴിവാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. ബാക്കിയുള്ള 5 യൂണിറ്റുകളും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സിൽ ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്, സെക്കൻഡ് മൊഡ്യൂൾ അനലിറ്റിക് ജോമെട്രി, ആൻഡ് തേർഡ് മൊഡ്യൂൾ എലമെൻ്ററി കാൽക്കുലസ്, ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ പ്രോബബിലിറ്റി. ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂൾസ്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മുടെ +1 +2 ലെവലിൽ വരുന്ന ടോപ്പിക്കുകളാണ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കുകളാണ്. ജനറൽ ഐഡിയ, സെറ്റ്സിനെ പറ്റിയിട്ടുള്ള ജനറൽ ഐഡിയ, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, പിന്നെ ഫങ്ഷൻസിലേക്ക് വരും, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലേക്ക് വരും. ഫങ്ഷൻസ് 1 ആണോ ഓൺ 2 ആണോ, അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ റൂട്ട്സ് അല്ലേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ പോളിനോമിയൽ അപ് ടു 3 ഡിഗ്രി വരെ വരുന്ന പോളിനോമിയൽസിൻ്റെ റൂട്ട്സും അതുപോലെ തന്നെ റൂട്ട്സും കോഎഫിഷ്യൻസും ഒക്കെ തമ്മിലുള്ള റിലേഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഏരിയാസുമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്ലെയിൻ്റെ ഇക്വേഷൻസ് അല്ലേ, അതുപോലെ ലിമിറ്റ് കണ്ടുപിടിക്കാനൊക്കെ ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലേ. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തത് ലെങ്ത് ഓഫ് ദി കർവ്സ്, ഏരിയ അണ്ടർ കർവ്സ് ആൻഡ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ യൂസിങ് ഇൻറ്റഗ്രേഷൻ. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്, റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മുടെ പ്രോബബിലിറ്റിയിലേക്ക് വരിക, 4th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് പ്രോബബിലിറ്റിയിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 1-ൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് 2 വരുന്നത് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ്. റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൽ ടോട്ടൽ 4 മൊഡ്യൂളുണ്ട്. 4 മൊഡ്യൂളിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾ റിയൽ അനാലിസിസും ആൻഡ് സെക്കൻഡ് 2 മൊഡ്യൂൾസ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സൈഡിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റുകളുടെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകളുടെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ റിയൽ അനാലിസിസ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ ഇൻറ്റഗ്രേഷൻ ആൻഡ് ബേസിക് മെഷർ തിയറി ആൻഡ് തേർഡ് വൺ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കോംപ്ലക്സ് അനാലിസിസ് ആൻഡ് ഫോർത്ത് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ. ഇനി ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. മൊഡ്യൂൾ 1-ൽ പറഞ്ഞു ബേസിക് കൺസെപ്റ്റ്സ് ഇൻ റിയൽ അനാലിസിസ് ആണെന്ന് അല്ലേ. അപ്പോൾ അതിൽ തുടങ്ങുന്നത് തന്നെ നമ്മൾ സീരീസിൻ്റെയും സീക്വൻസിൻ്റെയും ഒക്കെ കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് എ സീക്വൻസ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ ഏത് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഈ സീക്വൻസും അല്ലെങ്കിൽ സീരീസും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ യൂണിഫോം കൺവേർജൻസ്, ഈ ഏരിയയിൽ നിന്നും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അതുപോലെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും. ഓൾറെഡി നമ്മൾ ലിമിറ്റിൻ്റെ കാര്യം ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സിൽ വരുന്നുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് ഈ ഒരു മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വരുന്നത്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലിമിറ്റും കണ്ടിന്യൂറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺവേർജൻസും അതുപോലെ ഡൈവേർജൻസ്, ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, യൂണിഫോം കൺവേർജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 2-ൽ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിലെ മൊഡ്യൂൾ 2-ൽ വരുന്നത് ഇൻറ്റഗ്രേഷൻ ആൻഡ് ബേസിക് മെഷർ തിയറിയാണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യും. മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ആണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പം പിന്നെ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ, അത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഒരു ക്വസ്റ്റ്യനൊക്കെ ഷുവറായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ റെയ്മാൻ ഇൻറ്റഗ്രബിൾ പറയേണ്ട കാര്യമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയ്മാൻ ഇൻറ്റഗ്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെ റിയൽ വാല്യൂ ഫംഗ്ഷൻസിൻ്റെ റെയ്മാൻ ഇൻറ്റഗ്രേഷൻ അല്ലേ, റെയ്മാൻ ഇൻറ്റഗ്രബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ലെബേക്ക് മെഷറും ഒരു ക്വസ്റ്റ്യനൊക്കെ കാണാറുണ്ട് കേട്ടോ. നമ്മൾ ലെബേക്ക് മെഷറും ലെബേക്ക് ഇൻറ്റഗ്രലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ റിവിഷൻ അല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ 3 ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കോംപ്ലക്സ് അനാലിസിസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കും. കോംപ്ലക്സ് നമ്പേഴ്സ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡി മോവേസ് തിയറം, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് അനാലിസിസ് ഫംഗ്ഷൻസ്. ഓക്കെ, അനലിറ്റിക് ഫംഗ്ഷൻസ് മസ്റ്റാണ്. നമ്മുടെ കോഷി-റീമാൻ ഇക്വേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളത്. അതുപോലെ ഹാർമോണിക് കോൺജുഗേറ്റ്, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, ഇത്രയുമാണ് മൊഡ്യൂൾ 3-ൽ നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ്. മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇനി മൊഡ്യൂൾ 4 കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ ആണ്. കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുവാണ്. നമ്മുടെ സീരീസ് തന്നിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, പവർ സീരീസ് തന്നിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഷുവറാണ് ക്വസ്റ്റ്യൻ. അതുപോലെ സിംഗുലാരിറ്റീസ് അല്ലേ, സീറോസ്, പോൾസ്, ആ ഒരു സിംഗുലാരിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഇനി കുറച്ച് നെയിംഡ് തിയറംസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ലിവോളീസ് തിയറം, കോഷീസ് തിയറം, കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. മാക്സിമം മോഡുലസ് തിയറം. ഓക്കെ, ഇനി കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ, റെസിഡ്യൂ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഡ്യൂ തിയറം, അതുപോലെ തന്നെ സീറോസ് കണ്ടുപിടിക്കാനും പോൾസ് കണ്ടുപിടിക്കാനും സിംഗുലാരിറ്റീസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇനി അടുത്തത് നമ്മുടെ യൂണിറ്റ് 3 അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ ടോട്ടൽ 3 മൊഡ്യൂൾസ് നമുക്കുണ്ട്. 3 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഗ്രൂപ്പ് തിയറി ആണ്, സെക്കൻഡ് മൊഡ്യൂൾ റിംഗ് തിയറി ആണ്, തേർഡ് മൊഡ്യൂൾ ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് റെഫർ ചെയ്യാൻ പറ്റിയ 2 ടെക്സ്റ്റുകളുടെ ഇമേജ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന്. മൊഡ്യൂൾ 1 ഗ്രൂപ്പ് തിയറിയാണ്. ഗ്രൂപ്പ് തിയറിയിൽ
നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് എന്താണ്, സബ് ഗ്രൂപ്പ് എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തത് നമ്മൾ വരുന്നതാണ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് കഴിഞ്ഞ് നമ്മൾ അബീലിയൻ ഗ്രൂപ്പ്, നോൺ അബീലിയൻ ഗ്രൂപ്പ് പഠിക്കും. ദെൻ സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ZN അല്ലേ. ZN എന്താണ്? ZN ഈക്വൽ ടു 0, സെറ്റ് 0, 1, 2, 3 എക്സെട്ര n-1. ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ മോഡുലോ n. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ZN. അതിൻ്റെ പ്രോപ്പർട്ടീസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പും ഫൈനൈറ്റ് ഗ്രൂപ്പും ഇൻഫിനിറ്റ് ഗ്രൂപ്പും. അത് ചില ഫൈനൈറ്റ് ഗ്രൂപ്പുകൾ സൈക്ലിക് ആകും, ചില ഇൻഫിനിറ്റ് ഗ്രൂപ്പുകൾ സൈക്ലിക് ആകും. അങ്ങനെയൊക്കെ കുറച്ച് കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഇല്ല, ഇത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഹോമോമോർഫിസം ആൻഡ് ഐസോമോർഫിസം. അപ്പോൾ നമ്പർ ഓഫ് ഹോമോമോർഫിസം കാണാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ZNൽ നിന്ന് ZMലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലെഗ്രാഞ്ചസ് തിയറം യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ ആ പ്രോബ്ലം കാണുമ്പോൾ ഇന്ന തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു അത് നമുക്ക് കത്തണം. അപ്പോൾ നമ്മൾ ആ തിയറം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഡയറക്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ഡയറക്റ്റ് സം ഓഫ് ഗ്രൂപ്പ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പില്ലേ, അതിലൊക്കെ വരുന്നുണ്ട് അത്. സോ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ സൈലോ തിയറം നമ്മൾ പി ഗ്രൂപ്പൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി മൊഡ്യൂൾ 2 റിംഗ് തിയറിയാണ്. റിംഗ് തിയറിയിൽ നമുക്ക് മെയിനായിട്ടും നമ്മൾ എന്താണ് റിംഗ് ഓഫ് ഇൻറ്റീജേഴ്സ്, റിംഗ് ഓഫ് പോളിനോമിയൽ, റിംഗ് ഓഫ് മോഡുലോ എൻ, ഇൻറ്റീജേഴ്സ് മോഡുലോ എൻ, ആ കുറച്ച് റിങ്ങിനുള്ള എക്സാമ്പിൾസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഫൈനൈറ്റ് റിംഗ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് നോൺ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിനുള്ള എക്സാമ്പിൾസും അതിൻ്റെ കുറച്ച് കണ്ടീഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ മാക്സിമൽ ഐഡിയൽസ് വരുമ്പോൾ മാക്സിമൽ ഐഡിയൽസ് വരും, പ്രൈം ഐഡിയൽസ് വരും. അവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ മാക്സിമൽ ഐഡിയലാണ് പ്രൈം ആകുക, ഏതൊക്കെ പ്രൈം ഐഡിയലാണ് മാക്സിമൽ ആകുക, പിന്നെ ഏത് വരുമ്പോഴാണ് രണ്ടും സെയിം ആവുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊന്നാണ് സീറോ ഡിവൈസസ്, ഇൻറ്റഗ്രൽ ഡൊമൈൻ, യൂക്ലീഡിയൻ ഡൊമൈൻസ്, യൂണിറ്റ്സ്, അസോസിയേറ്റ്സ്, അതുപോലെ തന്നെ പ്രൈംസ് ഇൻ റിംഗ്, അങ്ങനെ പറയുന്ന ഏരിയാസ്. ഇപ്പോൾ ZNൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ZN റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് റിംഗ് തിയറിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, നമ്പർ ഓഫ് സീറോ ഡിവൈസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റിംഗിൽ വരുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇനി മൊഡ്യൂൾ 3 ഫീൽഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫീൽഡിൽ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ് ഒരു ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഓർഡർ, പോസിബിൾ ആയിട്ടുള്ള ഓർഡർ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ഫീൽഡ്സ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് മോഡുലോ, എ പ്രൈം നമ്പർ, അതൊക്കെ ഫീൽഡിനുള്ള എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സെറ്റ് പി ആണ്. പിന്നെ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ, എല്ലാ ഫീൽഡും ഇൻ്റഗ്രൽ ഡൊമൈൻ ആകും, എല്ലാ ഇൻ്റഗ്രൽ ഡൊമൈനും ഫീൽഡ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ ഇറഡ്യൂസിബിലിറ്റിയും ചെക്ക് ചെയ്യാനുള്ള പോളിനോമിയൽസിൻ്റെ റെഡ്യൂസിബിലിറ്റി ആൻഡ് ഇറഡ്യൂസിബിലിറ്റി ഓഫ് പോളിനോമിയൽസ് ഓവർ ഫീൽഡ്. പിന്നെ ഓൾജിബ്രൈക്ക് ആൻഡ് ട്രാൻസെൻഡൻ്റൽ എക്സ്റ്റൻഷൻസ് ഓഫ് ഫീൽഡ്. അതുപോലെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഇത്രയാണ് ഈ ഫീൽഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറിയിലേക്ക്, 4th യൂണിറ്റാണ് ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി. അതിൽ റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലീനിയർ ഓൾജിബ്ര, കെന്നത്ത് ഹോഫ്മാൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. തിയറം പ്രൂഫൊക്കെ ഉണ്ട്. തിയറം പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കുക, തന്നിരിക്കുന്ന എക്സാമ്പിൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ലീനിയർ ഓൾജിബ്ര സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ ഈ ഷോം സീരീസിൻ്റെ ആ ടെക്സ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറിയിലെ മൊഡ്യൂൾസ് ഒക്കെ ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 മെട്രിക്സ് തിയറിയാണ്. മൊഡ്യൂൾ 2 വെക്ടർ സ്പേസ്. മൊഡ്യൂൾ 3 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റാണ് ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി. മൊഡ്യൂൾ 1 വരുന്നത് ഓൾജിബ്ര ഓഫ് മെട്രീസസ് ആണ്, അതായത് അഡീഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മെട്രീസസ് വരുന്നുണ്ട്. കുറേ നെയിംഡ് മെട്രീസസ് ഉണ്ട്. അങ്ങനെയുള്ള നിൽപ്പട്ടൻ മെട്രീസസ്, ഇൻവേർട്ടബിൾ മെട്രിക്സ്, സിമെട്രിക് മെട്രീസസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് നെയിംഡ് മെട്രീസസ് ഉണ്ട്. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഹെർമിഷ്യൻ, സ്ക്യൂ ഹെർമിഷ്യൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിറ്റാമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന നെയിംഡ് മെട്രിക്സിനൊക്കെ ഡിറ്റാമിനൻറ്റും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഷോർട്ട് നോട്ട് എഴുതി പോകുക, അത് മസ്റ്റാണ് കേട്ടോ.
നമുക്ക് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത്. ഇനി അതുപോലെ തന്നെ റോ എക്കലോൺ മെട്രീസസ്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ആ ഒരു റോ എക്കലോൺ എങ്ങനെയാണ്, റോ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ പഠിക്കുക. ഇനി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അല്ലേ. കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എപ്പോഴാണ്, ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആവുന്നത് എപ്പോഴാണ്, യൂണിക് സൊല്യൂഷൻ ആവുന്ന എപ്പോഴാണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആവുന്ന എപ്പോഴാണ്, നോ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മൊഡ്യൂൾ 2 വരുന്നത് വെക്ടർ സ്പേസ് ആണ്. വെക്ടർ സ്പേസിന് എക്സാമ്പിൾസ് പഠിക്കുക. വെക്ടർ സ്പേസ് ആവുന്നതിനും വെക്ടർ സ്പേസ് ആവാത്തതിനുമുള്ള എക്സാമ്പിൾസ് പഠിക്കുക. ദെൻ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപെൻഡൻസ്, അതുപോലെ തന്നെ ബേസിസ്, ഡയമെൻഷൻ, സബ് സ്പേസ് ആൻഡ് കോഷ്യൻ സ്പേസും ഇത്രയാണ് നമ്മുടെ വെക്ടർ സ്പേസിൽ വരുന്നത്. അതുപോലെ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ മാപ്പ്, എന്ത് കണ്ടീഷനാണ് ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അതുപോലെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, നൾ സ്പേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതുപോലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് നള്ളിറ്റി തിയറം. ആ റാങ്ക് നള്ളിറ്റി തിയറവും കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ മാപ്സ് ബിറ്റ്വീൻ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആസ്മ. അപ്പോൾ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു അതിലെ ബേസിസ്, വെക്ടർ സ്പേസിലെ ബേസിസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ഓഫ് ബേസിസിൻ്റെ കേസ് വരുമ്പോൾ ചേഞ്ച് ഓഫ് ബേസിസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് ടു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. അപ്പോൾ ഏഗൻ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻസ്, സം ഓഫ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ട്രേസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. ആ ഒരു റിലേഷൻസ് ഒക്കെ പഠിക്കണം. അതുപോലെ തന്നെ ഏഗൻ വെക്ടേഴ്സ് ആവുന്നതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മിനിമൽ പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, അതുപോലെ വളരെ എളുപ്പവും അതുപോലെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈ ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം അറിഞ്ഞിരിക്കുക. ഡയഗണലൈസേഷൻ ഒരു മെട്രിക്സ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് നമുക്ക് ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ പല മെത്തേഡുകളും ഒന്ന് ഒരുമിച്ച് എഴുതി വെക്കുക. എന്നിട്ട് ഏതാണോ നമുക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കുക കേട്ടോ. അത്രയാണ് നമ്മുടെ ലീനിയർ ഓൾജിബ്രയിൽ വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇപ്പോൾ മുന്നേ പറഞ്ഞ 4 മൊഡ്യൂളിൽ നിന്ന് അവിടെ വരെ നോക്കുകയാണെങ്കിൽ കുറവ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഈ നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ സൊല്യൂഷൻ ഏതാ എന്നൊക്കെ ചോദിക്കും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. വളരെ സിമ്പിളായിട്ട് ODEയിൽ നിന്നും PDയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മൊഡ്യൂൾ 5 നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മൊഡ്യൂൾ 5 അല്ല, യൂണിറ്റ് 5 നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം ഉണ്ട്. മൊഡ്യൂൾ 1 നമ്പർ തിയറി ആണ്. മൊഡ്യൂൾ 2 and 3 ODE ആൻഡ് PDE, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിസിബിലിറ്റി, കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, GCD റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഈ GCDയും LCM ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്, അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ, നമ്മുടെ ഫൈ ഓഫ് എൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അബ്സ്ട്രാക്റ്റിലും ഇതിലും വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ചൈനീസ് റിമൈൻഡർ തിയറം, ദെൻ ഫെർമാസ് ലിറ്റിൽ തിയറം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3 ODE ആൻഡ് PDE ആണ്. അതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് പറയുന്നത് സൊല്യൂഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് പിന്നെ ഫോം ചെയ്തെടുക്കുക. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണോ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഫോം ചെയ്തെടുക്കുക. നമ്മൾ അതെങ്ങനെയാണ് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ സൊല്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് നമ്മൾ. അതുപോലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്നതാണ് വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം പഠിച്ചു നോക്കി. ഇത്രയാണ് നമ്മുടെ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പുറമെ നിങ്ങളൊരു 2012 മുതൽ ഒരു 2019 വരെയുള്ള CSIR നെറ്റിൻ്റെ പാർട്ട് B ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്.